യേശുവിൻ്റെ നാമത്തിൽ, 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 യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെറിയൊരു വിഷയമായിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ലൈവിലോട്ട് വന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. സ്വത്രം ചെറിയൊരു മെസ്സേജാണെന്ന് പറയുന്നത്. കർത്താവ് നിറയ്ക്കുന്നവനാണ്. ആ നിറവ് എന്ന വിഷയമാണ് ഞാൻ എടുക്കുന്നത്. സ്വത്രം ഇന്ന് എടുക്കുന്നത് നിറവ് എന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റാണ്. കർത്താവ് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതി: അവൻ്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കർത്താവ് നിറയ്ക്കുന്നവനാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് ഭൂമിയെ നിറച്ചു. കർത്താവ് ഭൂമിയെ പാഴും ശൂന്യമായിട്ട് കിടന്ന ആ ഭൂമിയെ നിറച്ചവനാണ് കർത്താവ്. ഭൂമി ഇരുള് കൊണ്ട് മൂടിയിരുന്നപ്പോൾ, വെള്ളം ഇരുള് കൊണ്ട് മൂടിയിരുന്നപ്പോൾ കർത്താവ് ഇരുളിനെ രണ്ടാക്കി മാറ്റിയിട്ടാണ് കർത്താവ് നിറച്ചത്. കർത്താവ് നിറയ്ക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യം കർത്താവ് ശുദ്ധീകരിച്ചിട്ട് മാത്രമേ കർത്താവ് നിറയ്ക്കത്തുള്ളൂ. സ്വത്രം. യേശു കർത്താവ് പത്രോസിനെ വിളിക്കുന്ന സമയത്ത് പത്രോസിന്റെ പടക് പാഴ് ശൂന്യമായിട്ടിരുന്നു. സ്വതം രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് ഒന്നും നേടാതിരുന്നപ്പോൾ പത്രോസിനെ വിളിക്കുന്ന സമയത്ത്, പത്രോസിന്റെ പടക് കൊടുക്കുന്ന സമയത്ത് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിന്റെ പടക് എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തു. എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനറിയും പത്രോസിന്റെ പടക് പാഴ് ശൂന്യമാണെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയും. ഇതേ കർത്താവാണ് പത്രോസിനെ നിറയ്ക്കുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് അടുത്തൊരു ജോലിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അടുത്ത ഒന്നിനു വേണ്ടി അടുത്തൊന്നിനു വേണ്ടി അധ്വാനിക്കുന്നവനായിരുന്നു പത്രോസ്. അവിടെ പത്രോസിന്റെ പടകിൽ പത്രോസ് വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ് പത്രോസിന്റെ പടക് തിരഞ്ഞെടുത്തിട്ട് യേശു കർത്താവ് ആ പടകിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് വചനം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിനറിയും രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിന് ഒന്നുമില്ലെന്നറിയും. സ്വതന്ത്രം. കർത്താവ് ഒരുവന്റെ പടകിൽ ഉണ്ടെങ്കിൽ, ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് നിറയ്ക്കേണ്ടത് എന്ത് എന്ന് എൻ്റെ കർത്താവിനറിയും. വ്യക്തിക്കറിയത്തില്ലെങ്കിലും നമ്മുടെ ഓരോ ശൂന്യതകൾ നിനക്ക് എന്തെല്ലാമാണ് നിറയ്ക്കേണ്ടതെന്ന് എൻ്റെ കർത്താവിന് അറിയും. കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ കർത്താവ് ശുദ്ധി ചെയ്യുന്നവനാണ്. സ്തോത്രം. നോക്ക്, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് അടുത്ത ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും അടുത്ത ഒരു ജോലിക്ക് വേണ്ടി, അടുത്ത ഒരു പോക്കിന് വേണ്ടി പത്രോസ് തയ്യാറെടുത്തുകൊണ്ടേയിരുന്നു. അടുത്തൊരു ജോലിക്ക് വേണ്ടിയാണ്. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നിറയ്ക്കണമെങ്കിൽ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. സ്വത്രം. ശുദ്ധീകരണമില്ലാതെ കർത്താവ് ആരെയും ഒന്നും നിറയ്ക്കത്തില്ല. സ്വത്രം. കർത്താവ് നിറയ്ക്കുന്നവനാണ്. അത് സത്യം തന്നെയാണ്. കൃപാവരങ്ങളാൽ നിറയ്ക്കും, നന്മകളാൽ നിറയ്ക്കും, ജ്ഞാനത്താൽ നിറയ്ക്കും. നമുക്ക് എന്തെല്ലാമാണോ ആവശ്യം അതിനെല്ലാം നിറയ്ക്കാൻ ഇന്നും കർത്താവ് ശക്തനാണ്. കർത്താവ് തയ്യാറാണ്. കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്, കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ നമ്മളെ നിറയ്ക്കത്തുള്ളൂ. സ്വതന്ത്രം. നമ്മുടെ ഭൗതിക നന്മ തരുന്നതിന് മുന്നമേ കർത്താവ് എന്ത് ചെയ്യുന്നതിന് മുന്നമേ കർത്താവ് നമ്മളെ ശുദ്ധീകരണത്തിലൂടെ കർത്താവ് കടത്തിവിടും. സ്വതന്ത്രം. പത്രോസിന്റെ പടക് രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് യേശു കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയില്ല. യേശു കർത്താവിനെ ഒന്നും ചോദിക്കാൻ പോയില്ല. യേശു കർത്താവിനെ ഒന്നും ചോദിക്കാൻ പോവാതെ യേശു കർത്താവ് ആഴത്തിലോട്ട് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞപ്പോൾ കടലിനെ നല്ലതുപോലെ അറിയാവുന്ന പത്രോസ് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചവനാ,
രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും പത്രോസ് ആഴത്തിലോട്ട് നീക്കി വലയിറക്കി. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അല്ല നിറയ്ക്കുന്നത്, കർത്താവ് അധ്വാനിക്കാൻ തയ്യാറാകുന്നവരെ, കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കാൻ റെഡിയാകുന്നവരെ കർത്താവ് നിറയ്ക്കും. സ്തോത്രം. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരുവന് 5 താലന്ത് കൊടുത്തു, മറ്റൊരുവന് 2 താലന്ത് കൊടുത്തു, മറ്റൊരുവന് 1 താലന്ത് കൊടുത്തു. കർത്താവ് ഓരോരുത്തരുടെ അവനവന് എന്ത് പ്രാപ്തിയുണ്ട് എന്നറിഞ്ഞിട്ടാണ് കർത്താവ് അവന് താലന്തുകൾ കൈമാറുന്നത്. ഈ താലന്ത് കൈമാറുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള വിഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. സ്വന്തം പ്രവർത്തി നിനക്ക് ഒന്നുമില്ലെങ്കിലും കർത്താവ് നിന്റെ തന്ന താലന്തുകളെ ഉപയോഗിച്ചാൽ അത് നിറയ്ക്കാൻ കഴിയും. സ്വത്രം. ഭൂമി പാഴി ശൂന്യമായിട്ടിരുന്നപ്പോൾ ഭൂമിയെ കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ ഭൂമിയെ ഇരുൾ കൊണ്ട് മൂടിയിരുന്നപ്പോൾ ആ ഇരുളിനെ 2ആക്കി മാറ്റിയിട്ട് ഇരുട്ടിനെയും വെളിച്ചത്തെയും 2ആക്കി മാറ്റി വെളിച്ചത്തിന് ഇത്തിക്കൂടെ മുകളിൽ സ്ഥാനം കൊടുത്തിട്ട് കർത്താവ് ഓരോന്നിനെ നിറയ്ക്കാൻ തുടങ്ങി. കർത്താവ് ഓരോന്നും നിറയ്ക്കാൻ തുടങ്ങി. ഓരോന്ന് ഭൂമിയിൽ എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം കർത്താവ് നിറച്ചു. അത് വെളിച്ചത്താൽ നിറച്ചു, കടലിനെ അതിരിട്ടു. ഓരോന്നും കർത്താവ് സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നെങ്കിൽ ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ നിന്നിൽ എന്താണ് ശൂന്യതയുള്ളത് ആ ശൂന്യതയെ കർത്താവ് മാറ്റുന്നതിന് മുന്നമേ, ആ ശൂന്യത കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ കർത്താവ് ഒന്ന് ചെയ്യും. കർത്താവ് ഒരു ശുദ്ധീകരണം കർത്താവ് ചെയ്യും. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് യേശു കർത്താവ് കാനായിലെ അത്ഭുതത്തിലോട്ട് വരികയാണ്. യേശു കർത്താവ് കാനായിലെ കല്യാണത്തിലോട്ട് വരുമ്പോൾ യേശു കർത്താവ് കാനായിൽ അത്ഭുതം കർത്താവ് ചെയ്തു കൊടുത്തു. യേശു കർത്താവ് കാനായിൽ അത്ഭുതം ചെയ്യുമ്പോൾ യേശു കർത്താവിന് അവിടെ അറിയും, യേശു കർത്താവിന് എന്ത് പ്രവർത്തിക്കണമെന്ന് അറിയും. ബട്ട് യേശു കർത്താവിൻ്റെ സമയമാകാതെ എൻ്റെ യേശു കർത്താവ് പ്രവർത്തിക്കത്തില്ല. സ്തോത്രം. യേശു കർത്താവിൻ്റെ സമയമാകാതെ യേശു കർത്താവ് പ്രവർത്തിക്കത്തില്ല. 2, യേശു കർത്താവ് ശുദ്ധീകരിച്ചതിൽ മാത്രമേ യേശു കർത്താവ് നിറയ്ക്കത്തുള്ളൂ. സ്തോത്രം. യേശു കർത്താവിനെ നോക്കുക, യേശു കർത്താവിൻ്റെ അടുത്ത് മറിയുമെന്ന് പറയുമ്പോഴും യേശു കർത്താവ് അത് ചെയ്യുന്നില്ല. സ്വന്തം ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അല്ല യേശു കർത്താവ് ചെയ്യുന്നത്. യേശു കർത്താവിൻ്റെ സമയമാകുമ്പോഴാണ് എൻ്റെ യേശു കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. അതും യേശു കർത്താവ് ചെയ്യുന്നുവെങ്കിൽ യേശു കർത്താവ് അവിടെ ശുദ്ധീകരിച്ചതിനെ മാത്രമേ അവിടെ ചെയ്യത്തുള്ളൂ. സ്തോത്രം. അകത്തിരുന്ന ഭരണിയിലല്ല കർത്താവ് വെള്ളം നിറച്ചത്, പുറത്തിരുന്ന ശുദ്ധമായിട്ടിരുന്ന ആ ഭരണിയിൽ മാത്രമേ വെള്ളം നിറച്ചിട്ടുള്ളൂ. സ്വത്രം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അടുത്തൊരു തലം നമുക്ക് ആവശ്യമെങ്കിൽ, നമുക്കൊരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഓടുന്നെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമ്മളെ എന്തിനേയും നിറയ്ക്കാനായിട്ട് ഇടയായിത്തീരുന്നുള്ളൂ. സ്തോത്രം. നമ്മളെ ഹൃദയങ്ങളെ അറിയുന്നതിന് മുന്നമേ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ നിറയ്ക്കുന്നതിന് മുന്നമേ കർത്താവിനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശോധന ചെയ്യും. സ്തോത്രം. ഹന്ന ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹന്ന വിഷാദത്തിലായിരുന്നു. ഹന്നയ്ക്ക് തലമുറയില്ല എന്നുള്ള ഏകമാന്ന ഒന്ന് കർത്താവിനറിയും. സ്തോത്രം. എന്നാൽ ഹന്ന വന്ന ദൈവത്തെ കുറ്റം പറയുകയല്ല ചെയ്തത്. ഹന്ന വന്ന് മറ്റുള്ളവരുടെ സഹായം ചോദിക്കുകയല്ല ചെയ്തത്. ഹന്ന വന്ന് ചെയ്തത് ഒരൊറ്റ കാര്യമാണ്. ഹന്ന ആലയത്തിൽ ഒറ്റയ്ക്ക് വന്നിരുന്ന ഹന്ന അനുഭവിച്ച ഓരോ വിഷമങ്ങളും ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്തത്. സ്തോത്രം. തിരുവചനം പറയുന്നു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാറില്ല. സ്തോത്രം. പകർന്നാൽ അത് പൊട്ടിപ്പോകും. സ്തോത്രം. ഹന്ന ചെയ്തത് തൻ്റെ വിഷമത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. മറ്റൊരു സന്നിധിയിലല്ല. ഒരു മനുഷ്യന്റെ അടുത്ത് പോയില്ല, ഒരു പ്രവാചകന്റെ അടുത്ത് പോയില്ല, ഒരു വ്യക്തിയുടെ അടുത്ത് പോയില്ല, ഒരു പുരോഹിതന്റെ അടുത്തല്ല പോയത്, ഒരു വ്യക്തിയുടെ അടുത്തല്ല പോയത്. സ്തോത്രം. അവിടെ വന്നത് കർത്താവ് അവിടെ ആലയത്തിൽ വന്നിരുന്ന ഹന്ന പറഞ്ഞത് തൻ്റെ വിഷമങ്ങളായിരുന്നു. തൻ്റെ വിഷമങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ താൻ സമാധാനത്തോടെ അവിടെ നിറങ്ങി. സ്തോത്രം. പുരോഹിതന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത് അത്രയും തെറ്റായ വാക്കാണെങ്കിലും ഹന്ന ഒന്നിനും മറുപടി പറയാതെ, ഹന്ന തെറ്റായൊരു വാക്ക് പറയാതെ, ഒരു അപമാന വാക്ക് പറയാതെ ഹന്ന അവിടെ ദൈവസന്നിധിയിൽ തൻ്റെ വിഷാദത്തെ ഇറക്കി മാറ്റി. സ്തോത്രം. ശ്രദ്ധിക്കുക.
ഹന്ന ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച തന്റെ വിഷമമാണ് ആരറിയുന്നതിനേക്കാൾ ഉപരി കർത്താവ് നിന്റെ വിഷമത്തെ കർത്താവ് അറിയുന്നു. സ്വതന്ത്രം മറ്റു വ്യക്തികൾ അറിയുന്നതിനേക്കാൾ ഉപരി നിന്റെ വീട്ടുകാർ അറിയുന്നതിനേക്കാൾ ഉപരി കർത്താവ് നിന്റെ വിഷമത്തെ അറിയുന്നു. കർത്താവ് നിന്റെ ഓരോ സന്ദർഭത്തെ അറിയുന്നു. കർത്താവ് നിന്നെ ആസകലമായിട്ട് അറിയുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നു. ഹൃദയത്തിലെ വേദനകൾ അറിയുന്നു. നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ കർത്താവ് അറിയുന്നു. സ്വത്രം കർത്താവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിറയ്ക്കാനും കർത്താവ് ഇന്നും കർത്താവ് ശക്തനാണ്. കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ നീ ഒരു ശുദ്ധീകരണത്തിലൂടെ നീ കടന്നു പോകും. അത് സത്യം തന്നെയാണ്. സ്തോത്രം. ഇതാ ഭൂമിയിൽ നിന്ന് ഇരുട്ട് രണ്ടാക്കി മാറ്റി, ഇരുട്ടും വെളിച്ചവും തമ്മിൽ രണ്ടാക്കി മാറ്റി കർത്താവ് അത്ഭുതം ചെയ്തത് എവിടേക്കാണോ അവിടെയെല്ലാം കർത്താവ് ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവോടെ ശുദ്ധീകരണത്തിലൂടെ കർത്താവ് നടത്തി. കർത്താവോടെ വലിയൊരു അത്ഭുതം ചെയ്തു. സ്തോത്രം. ഒന്ന്, നമ്മൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവം നമ്മളെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. മറ്റൊന്നുമല്ല, നമ്മൾ അവിടെ നിറയ്ക്കേണ്ട സമയത്ത് കർത്താവ് നിറയ്ക്കാൻ കർത്താവ് ഇന്നും ശക്തനാണ്. സ്തോത്രം. പത്രോസിനെ കർത്താവ് കൂടെ കൊണ്ട് നടക്കുമ്പോഴും, പത്രോസിനെ കർത്താവ് യേശു കർത്താവ് കൊണ്ട് നടക്കുമ്പോഴും പത്രോസിനെ അധികാരത്തിൽ നിറച്ചു. പത്രോസിനെ ലീഡറാക്കി മാറ്റി. ഇതേ പത്രോസിനെ തന്നെ നോക്കുക. ഇതേ പത്രോസിനെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ വന്നപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാ അഗ്നിജ്വാല പോലെ പിളർന്ന് നാവുകളായിട്ട് ഇറങ്ങി വന്ന് പത്രോസിനെ നിറച്ചു. സ്വത്രം. പത്രോസിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. മറ്റുള്ളവർക്ക് പോലും അറിയത്തില്ല, ഈ ജ്ഞാനം എവിടെ നിന്ന് അറിയത്തില്ല, ഇതെങ്ങനെ വന്നു എന്നറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വന്നപ്പോ പത്രോസിന്റെ ഫീലൊത്തം പോയി. പത്രോസ് പുറത്തു വരാൻ സമയമായി. സ്തോത്രം. പത്രോസ് പുറത്തു വരാൻ സമയമായി. പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. കൃപാവരങ്ങളാൽ പത്രോസിനെ നിറയ്ക്കാനുമായിട്ട് ഇടയെത്തുന്ന ഓരോരുത്തരെയും കൃപാവരങ്ങൾ നിറച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു. ഇതെല്ലാം നിറയ്ക്കുമ്പോഴും കർത്താവിനറിയും, കർത്താവിന് എന്ത് വേണമെന്ന് അറിയും. സ്തോത്രം. നിന്റെ ശൂന്യതകളെ നീ മറ്റു വ്യക്തിയല്ല അറിയിക്കാം. നിന്റെ ശൂന്യതകളെ നീ കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. നീ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. നിന്റെ ശൂന്യതകളെ നീ കർത്താവിന്റെ സന്നിധിയിൽ അറിയിച്ചാൽ കർത്താവ് നിറയ്ക്കാൻ ഇന്നും കർത്താവ് ശക്തനാണ്. കർത്താവ് നിറയ്ക്കാത്തവനല്ല, കർത്താവ് നിറയ്ക്കുന്നവനാണ്. സ്തോത്രം. കർത്താവ് നിന്നെ പരിപൂർണമായിട്ടും നിറയ്ക്കുന്നവനാണ്. കൃപാവരങ്ങളാൽ നിറയ്ക്കും, നന്മയാൽ നിറയ്ക്കും, ആത്മീയ നന്മയാൽ നിറയ്ക്കും, ഭൗതിക നന്മയാൽ നിറയ്ക്കും. ഇതെല്ലാമായിട്ട് കർത്താവ് നിന്നെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരണമെങ്കിൽ നീ കർത്താവിന്റെ വാക്ക് നീ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിനെ കർത്താവിനറിയും. പത്രോസിന്റെ കയ്യിൽ ഒന്നുമില്ലെന്നറിയും. പത്രോസ് യേശു കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ നടക്കാത്തൊരു അത്ഭുതത്തെ ദൈവം തുറന്നു കൊടുത്തു. സ്തോത്രം. തന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തൊരു അത്ഭുതത്തെ എൻ്റെ കർത്താവ് തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കുകയാണെങ്കിൽ ദൈവം നിറയ്ക്കും, കർത്താവ് നിറയ്ക്കും. അത് അനുസരണമുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കണം. സ്തോത്രം. 2, നമ്മൾ ശുദ്ധിയുള്ളവരായി മാറണം. ഹൃദയത്തിലും ശുദ്ധിയുള്ളവരായി മാറണം. നമ്മൾ എന്തിനാണോ നിറയ്ക്കേണ്ടത് അതിനെ ദൈവം നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ ശുദ്ധമായി മാറിയാൽ ദൈവം നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം പരിശുദ്ധാത്മാവ് ആ ഒരു തലത്തിലാണ് ഇറങ്ങി വരുന്നത്. സ്വത്രം. നമ്മൾ മറ്റെന്തിനെ സ്നേഹിക്കുന്നതിനേക്കാളുപരി എൻ്റെ കർത്താവിനെ സ്നേഹിച്ച കർത്താവിനറിയും, നിന്നെ നിറയ്ക്കാൻ അറിയും. സ്തോത്രം. ഹന്ന തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഹന്നയുടെ വിഷമത്തെ മാറ്റാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ല. ഒരു വ്യക്തിക്ക് ഒന്നിനും കഴിയാതിരുന്നപ്പോൾ ഹന്ന ചെയ്തത് തൻ്റെ ആലയത്തിൽ പോയിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ഹന്ന അതുവരെ കാണാത്തൊരു സമാധാനം ഹന്ന അനുഭവിക്കുക. സ്തോത്രം. ഹന്ന അനുഭവിക്കുക. പിന്നത്തേതിൽ ഹന്ന വരുന്നത് അതിൻ്റെ മറുപടിയുമായിട്ട് ഹന്ന വരികയാണ്. ഹന്നയെടുത്ത് വെച്ച് ഹന്ന പറയും, ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഹന്ന പറയും, എനിക്ക് വെറുതെ കിട്ടിയതല്ല, എൻ്റെ ആലയത്തിൽ പോയി, എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ പോയിരുന്ന് ഞാൻ എൻ്റെ വിഷമത്തെ എൻ്റെ കർത്താവിൽ മാറ്റിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ കർത്താവ് സമാധാനമാണ്. അനേകയിടങ്ങളിൽ സമാധാനമില്ലാതെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. നീ സമാധാനമില്ലാതെ അലിയുന്നെങ്കിൽ നീ മറ്റൊരു തല്ല പോകേണ്ടത് നീ ആലയത്തിൽ പോയിരുന്ന് നിന്റെ സമാധാന കേട്
കേടിനെ, നിന്റെ സമാധാനം കെടുത്തുന്ന ചിലതിനെ നീ ദൈവത്തോട് പറഞ്ഞ ആ സെക്കൻഡ് മുതൽ നിനക്ക് കിട്ടുന്ന ഒന്ന് സമാധാനമാണ്. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൻ്റെ ഓരോന്നിനെ നിനക്ക് സമാധാനം കെടുത്താനേ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവം തരുന്ന സമാധാനം നിത്യസമാധാനമാണ്. ആ സമാധാനത്താൽ കർത്താവ് നിന്നെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് തരുന്ന സമാധാനം അല്പസമാധാനമല്ല, പൂർണ്ണമായിട്ടുള്ള സമാധാനമാണ്. സ്തോത്രം. കർത്താവ് ആ സമാധാനത്തിൽ നിന്നെ നിറയ്ക്കും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിന്നെ സമാധാനത്തിൽ നിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിറയ്ക്കുന്നവനാണ്. കർത്താവ് ഭൂമിയെ നിറച്ചു, ഭൂമിയെ നന്മകളാൽ നിറച്ചു. അതേപോലെ തന്നെയാണ് ഭൂമിയെ നിറച്ചപ്പോൾ ഭൂമിയെല്ലാം നിറച്ച് 6 ദിവസം കൊണ്ട് സകല സൃഷ്ടിയും കഴിഞ്ഞപ്പോൾ ആറാമത്തെ ദിവസത്തിൽ തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും ഒരുവനെ സൃഷ്ടിച്ചു. അവന്റെ പേര് ആദാം എന്നാണ്. സ്തോത്രം. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ കർത്താവ് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ആദാമിന് വേണ്ടുന്നത് എല്ലാം ദൈവം അവിടെ സൃഷ്ടിച്ചിരുന്നു. വേണ്ടുന്ന നന്മ സൃഷ്ടിച്ചു, വേണ്ടുന്നതെല്ലാം അവിടെ സൃഷ്ടിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോഴും ആദാമിന് ദൈവം 6ാമത്തെ ദിവസം തൻ്റെ സകലത്തെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ 6ാമത്തെ ദിവസത്തിൽ ഒരു സൃഷ്ടിപ്പ് നടന്ന ഒന്നാണ് ആദാമിനെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 2ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒന്നാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല. ആദാമിനെ ഏദേനിലാക്കിയപ്പോൾ, ആദാമിനെ ഏദേൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം ആദാമിനെ കൃത്യമായിട്ട് നിറയ്ക്കേണ്ടതിനെ നിറച്ചു. സ്തോത്രം. ആദാമിന് എന്ത് വേണമെന്ന് കർത്താവിനറിയും. ആദാമിന് എന്താണ് ചേരേണ്ടതെന്ന് അറിയും. അത് ആദാം അങ്ങനത്തെ ഒരു സൃഷ്ടി, സ്ത്രീ എന്നൊരു സൃഷ്ടി അന്ന് വരെ ലോകത്തിലില്ല. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം കണ്ടു തുടങ്ങിയപ്പോൾ ദൈവം ആദാമിനെ മയക്കിയിട്ട് ദൈവം വേണ്ടുന്നത് സൃഷ്ടിച്ച് ആദാമിനോട് ചേർത്തു. സ്തോത്രം. നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും നീ വിശ്വസ്തനായിരുന്ന കർത്താവ് നിന്റെ കൂടെ ചേർക്കാൻ ഇന്നും ശക്തനാണ്. സ്തോത്രം. അന്ന് വരെ ഭൂമിയിൽ ഇല്ലാത്തൊരു സൃഷ്ടി സ്ത്രീ എന്ന സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ എൻ്റെ കർത്താവ് സൃഷ്ടിച്ച്, കർത്താവ് സകലതിനും സൃഷ്ടിച്ചതിന് ശേഷമാണ് ഏദേനിലാക്കി. ഏദേനിൽ നിന്ന് കർത്താവ് ഏദേനിൽ നിന്ന് ആദാമിനെ കൊണ്ടുവന്ന് ആദാമിനോട് ഒരു സൃഷ്ടിയെ ചേർത്തു. അതാണ് ഹൗവയെ ചേർത്തു. നിനക്ക് എന്ത് സൃഷ്ടി വേണമെന്ന് കർത്താവിനറിയും. എന്തുകൊണ്ടാണ് നിന്നെ നിറയ്ക്കേണ്ടത് എന്ന് നല്ലതുപോലെ കർത്താവിനറിയും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവിനറിയും നിന്നെ എന്തുകൊണ്ട് നിറയ്ക്കണമെന്ന്, എങ്ങനെ നിറയ്ക്കണമെന്നറിയും. നീ കർത്താവിൻ്റെ മുമ്പിൽ നീ വിശ്വസ്തനായിരുന്നാൽ കർത്താവ് നിന്നെ നിറയ്ക്കും. അത് സത്യമാണ്. നീ കർത്താവ് ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തനായിരുന്നാൽ മതി. ആദാമിൻ്റെ അടുത്ത് ദൈവം ഒരു നിയമം കൊടുത്തു. ആദാമിൻ്റെ അടുത്ത് കർത്താവ് ഒരു നിയമം കൊടുത്തു. ആ നിയമത്തെ അനുസരിച്ച് തേജസ്സിൽ നിന്നപ്പോൾ കർത്താവ് കണ്ടത് ആദാം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ടു. സ്വത്രം. കർത്താവ് സകല സൃഷ്ടിപ്പും കൊടുത്തു, അധികാരം കൊടുത്തു. ദൈവം പറഞ്ഞ വാഴുക എന്നാണ്. ആ തേജസ്സിൽ നിറഞ്ഞു നിന്ന ആദാമിനോട് ആദാമിനോട് പറഞ്ഞത് നീ വാഴാനാണ്. ആദാമിനോട് ഇപ്പൊ ചോദിച്ചാൽ പറയും, ആദാമേ നിനക്ക് എവിടെയെല്ലാം അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് സകല അധികാരമുണ്ട്, ഭൂമിയിൽ സകല അധികാരമുണ്ട്, സകല നന്മയും എൻ്റെ കയ്യിലുണ്ട് എന്ന് ആദാം പറയും. സ്തോത്രം. ആഫ്റ്റർ ഓൾ കർത്താവ് പറഞ്ഞൊരു ഒറ്റ വാക്കേ പറഞ്ഞ് കർത്താവ് നിയമത്തെ കൊടുത്തു. ആ നിയമത്തിന് ശേഷം പറഞ്ഞ വാക്കാണ്, നിയമത്തിന് ഒരു വാക്ക് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടു. സ്തോത്രം. അവിടെ നന്നല്ലെന്ന് കണ്ടപ്പോ ആദാമിനെ മയക്കിയിട്ട് ആദാമിന് ചേർക്കാൻ കഴിയാത്തത്, ആദാമിന് ഒരിക്കലും ആദാമിന് ചെയ്യാൻ കഴിയാത്ത ഒന്ന് സൃഷ്ടിപ്പാണ്. പുതിയ സൃഷ്ടിപ്പ് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാതിരിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഡയറക്റ്റ് ഇറങ്ങി വന്ന് നിന്നിൽ നിന്ന് തന്നെ പുതിയൊരു സൃഷ്ടിപ്പ് നടത്തുകയാണ്. അത് സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. സ്വത്രം.
ആദാമേ, നീ ദൈവത്തിന്റെ തേജസ് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ തേജസ് നീ നിറഞ്ഞു നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി അടുത്തൊരു നിറവ് വരുന്നുണ്ട്. അത് ഹൗവയാണ്. സ്വത്രം. നീ ഇപ്പോഴായിരിക്കുന്നത്, നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെ കർത്താവ് നിന്നെ വിശ്വസ്തനായിരുന്നാൽ കർത്താവ് നിന്നെ നിറയ്ക്കും. അത് സത്യം തന്നെയാണ്. 2, നീ കർത്താവിന്റെ കൂടെ ബന്ധമുള്ളവനായിരിക്കണം. കർത്താവ് നിന്നെ നിറയ്ക്കണമെങ്കിൽ 1, ശുദ്ധിയുള്ളവനായിരിക്കണം. 2, കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്നവനായിരിക്കണം. കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്നവരായിരിക്കണം. 3, കർത്താവിന്റെ സമയത്തെ നീ അറിയേണ്ടതുണ്ട്. കർത്താവിന്റെ സമയത്ത് നീ അറിയേണ്ടതുണ്ട്. കർത്താവിന്റെ സമയത്ത് കർത്താവ് പറയുന്നത് നീ അനുസരിക്കേണ്ടതുണ്ട്. അതിന് ഉദാഹരണം പത്രോസ് തന്നെയാണ്. പത്രോസിന്റെ പടകിൽ യേശു കർത്താവ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊന്നും പത്രോസിന്റെ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ആ വചനമെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നീ ആഴത്തിലോട്ട് നീക്കി വലയിറക്കാൻ പറഞ്ഞത്. പത്രോസ് ഒരു മടി കാണിച്ചിട്ടില്ല. പത്രോസിന് എന്ത് വേണമെന്നറിയും. പത്രോസിനെ നന്മ കൊണ്ട് നിറച്ചു. രാത്രി മുഴുവനും കിട്ടാത്തൊരു നന്മയെ 1 സെക്കൻഡ് കൊണ്ട് കിട്ടിയെങ്കിൽ നീ ദൈവത്തിന്റെ വാക്കനുസരിച്ച് നടന്നാൽ കർത്താവ് നിന്നെ ചിലതിനാൽ നിറയ്ക്കും. പത്രോസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്, സകലതും കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. പത്രോസ് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇതെല്ലാം പത്രോസിന്റെ അനുഭവമാണ്. മറ്റു പലർക്ക് പറഞ്ഞു കേൾവിയാകുമ്പോൾ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, കൃപാവരം ഞാൻ സ്വയമായിട്ട് അധ്വാനിച്ചതല്ല, സ്വയമായിട്ട് കിട്ടിയതല്ല, എന്നെ കർത്താവ് നിറച്ചതാണ്. അധികാരം എനിക്ക് കർത്താവ് നിറച്ചതാണ്. സ്വത്രം. അധികാരം, സഭയുടെ താക്കോൽ പത്രോസിന് നിറച്ചു കൊടുത്തതാണ്, പത്രോസിന്റെ കയ്യിൽ കൊടുത്തതാണ്. സ്വത്രം. ഇതെല്ലാം പത്രോസിന്റെ കയ്യിൽ കൊടുക്കണമെങ്കിൽ പത്രോസ് എവിടേക്കോ വിശ്വസ്തനായിരുന്നിട്ടുണ്ട്. പത്രോസിനെ ആദ്യം പിടിക്കുന്ന സമയത്ത്, പത്രോസിന്റെ പടക ശൂന്യമായിട്ടിരിക്കുന്ന സമയത്ത് പത്രോസിനെ കർത്താവ് നിറയ്ക്കുവാനായിട്ട് ഇടയെത്തിയിരുന്നത്. പത്രോസിന്റെ ഇതെല്ലാം കണ്ട് നിറയ്ക്കുമ്പോൾ പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നീ എവിടെയെങ്കിലും ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ, നിത്യമായ ശൂന്യത നീ അനുഭവിക്കുന്നെങ്കിൽ, ഒരു അനാഥത്വം പോലൊന്ന് നീ അനുഭവിക്കുന്നെങ്കിൽ, നീ അറിയേണ്ട ഒന്ന്, നിനക്ക് വേണ്ടി നിന്നെ നിറയ്ക്കുന്ന കർത്താവാണ്. 2, നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവുണ്ട്. എന്തെല്ലാം കരുതലാണ്? 2, 1 നന്മയ അവന് കരുതുന്ന പോലെ തന്നെയാണ്. അവന് ഭൗതിക നന്മയാൽ നിറയ്ക്കുന്ന ദൈവമാണ്. അതേപോലെ തന്നെയാണ് അവൻ നിന്നെ സകലത്തിലും, സാമ്പത്തിക നന്മ മാത്രമല്ല, ഭൗതിക നന്മ മാത്രമല്ല നിന്നെ അനുഗ്രഹിക്കുന്ന കൃപാവരങ്ങളിലും നിറയ്ക്കാൻ ശക്തനാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ മാളികമുറിയിൽ പരിശുദ്ധാത്മ ഇറങ്ങി വരുന്ന സമയം മുതൽ പത്രോസിന്റെ നിഴലിന് വരെ ശക്തിയുണ്ട്. പത്രോസിന്റെ നിഴല് പോലും കാത്തിരിക്കുന്ന ജനക്കൂട്ടമുണ്ട്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പത്രോസ്, മുൻപത്തെ പത്രോസ് എന്ന് പറയുമ്പോൾ നിഴലിന് വിലയില്ല. സ്വത്രം. എന്നാൽ ഇപ്പോഴത്തെ പത്രോസൊക്കെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കപ്പെട്ട പത്രോസ്. അതേ പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാൽ നിന്റെ രോഗം മാറും, ഇല്ലെങ്കിൽ ഭൂതം വിട്ടുപോകുമെന്ന ജനത്തിനറിയും. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ വാക്കുകൾക്ക് വിലയുണ്ട്, നിന്റെ പാട്ടിന് വിലയുണ്ട്, നിന്റെ ഓരോ വാക്കിന് പോലും വിലയുള്ളത്. നീ പരിശുദ്ധാത്മാവിലും നിറയ്ക്കാൻ കർത്താവ് ശക്തനാണ്. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നത് പോലെ തന്നെയാണ് നിന്നെ കൃപാവരങ്ങളിലും കർത്താവ് നിറയ്ക്കും. കർത്താവ് നിന്നെ കൃപാവരങ്ങളിൽ നിറയ്ക്കുക. നീ വിശ്വസ്തനായിരുന്നാൽ നിന്നെ കൃപാവരങ്ങളിൽ നിറയ്ക്കും. പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ പ്രവചനത്തിന് വേണ്ടി വാഞ്ചിപ്പിൻ എന്ന് എഴുതി. പ്രവചനം ഒരു കൃപാവരമാണ്. നീ അതിനു വേണ്ടി വാഞ്ചിച്ചാൽ, അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ നിന്നെ കർത്താവ് നിറയ്ക്കും. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെ നെഞ്ചിൽ ചില വേദനകൾ വന്നിട്ട് അനേക നാൾ പോവാത്ത വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ തൊട്ട് വിടുതലാക്കുന്ന സമയമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വ്യക്തികളെ വ്യക്തിപരമായി തൊട്ട് മാറ്റുന്നതായിരിക്കും. യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ശുഭ്രതനോട് പറയുകയാണ്, ശുഭ്രതനോട് ദൈവം പറയുകയാണ്, നിന്റെ പാട്ടിന് ദൈവം വില, നീ പാട്ട് പാടുമ്പോൾ ചില പൈശാചിക ശക്തികൾ അവിടെ നിന്ന് പോകാൻ പോകുന്നു എന്ന് പറയുകയാണ്. നിന്റെ പാട്ടിൽ ചില അഭിഷേകം വ്യാപരിക്കുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നിന്റെ പാട്ടിലൂടെ വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില ഇടങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിനാൽ നീ നിറഞ്ഞാൽ നിന്റെ നിഴലിന് ശക്തി വരും, നിന്റെ നോട്ടത്തിന് ശക്തി വരും, നിന്റെ വർഷിപ്പിന് ശക്തി വരും, നിന്റെ സകലത്തിനും ശക്തി വരുന്നത് പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടുമ്പോഴാണ്. കർത്താവ് സകലത്തിലും നിറയ്ക്കുന്നവനാണ്. ഒന്ന്, സാമ്പത്തികമായിട്ട് നിറയ്ക്കാൻ കർത്താവ് ശക്തനാണ്. രണ്ട്, നിന്റെ കർത്താവ് കൃപാവരങ്ങളിൽ നിറയ്ക്കാൻ ശക്തനാണ്. ശലോമോനെടുത്ത് കർത്താവ് വന്നപ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. ജ്ഞാനം വേണമെന്ന് പറഞ്ഞു. ആ ജ്ഞാനത്താൽ കർത്താവ് നിറച്ചുവെങ്കിൽ നീ ചോദിക്കുന്നതിനാൽ കർത്താവ് നിന്നെ നിറയ്ക്കും. നിനക്കെന്താണോ ആവശ്യം കർത്താവ് അത് നീ ചോദിച്ചാൽ നിറയ്ക്കും. നീ ചോദിക്കുകയാണെങ്കിൽ കർത്താവ് അതിനെ നിറയ്ക്കും. നീ ചോദിക്കുന്നതിന് മുന്നമേ നിനക്ക് ആവശ്യമുള്ളത് സകലതും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. സാമ്പത്തിക നന്മ കരുതി വെച്ചിട്ടുണ്ട്, സകല നന്മ കരുതി വെച്ചിട്ടുണ്ട്, ഇവയൊക്കെയും കരുതി വെച്ചിട്ടുണ്ട്. ഈ കരുതൽ മാത്രം പോരാ, നിന്നെ കർത്താവ് നിറയ്ക്കാൻ ഇന്നും കർത്താവ് ശക്തനാണ്. ഒന്ന്, കർത്താവ് നിറയ്ക്കണമെങ്കിൽ നീ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം. രണ്ട്, കർത്താവിൻ്റെ വാക്കുകളെ നീ അനുസരിച്ചിരിക്കണം. കർത്താവിൻ്റെ വാക്കുകളെ നീ അനുസരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നീ ശുദ്ധീകരണം പ്രാപിക്കണം. നീ അനുസരിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ വാക്കിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കണം. നിനക്കത് താല്പര്യം ഉണ്ടായിരിക്കണം. എനിക്ക് നിറയണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ഭൗതികം മാത്രമല്ല, ആത്മീയതയും നിനക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. എങ്കിൽ കർത്താവ് നിന്നെ നിറയ്ക്കും. എന്തിനാ കർത്താവ് നിന്നെ നിറയ്ക്കുമെന്ന് നീ ക്ലിയറായിട്ട് പറയുക. കർത്താവ് അതിനെ നിന്നെ വ്യക്തിപരമായിട്ട് നിറയ്ക്കും. ഹന്നയ്ക്ക് ഒരു തലമുറ വേണമായിരുന്നു, ആ തലമുറയെ കർത്താവ് കൊടുത്തു. അന്നത്തെ സാഹചര്യത്തിൽ സമാധാനം വേണമായിരുന്നു, ആ സമാധാനം കൊടുത്തു. പത്രോസിന് അഭിഷേകം വേണമായിരുന്നു, അഭിഷേകം കൊടുത്തു. അധികാരം കൊടുത്തു. ഇതെല്ലാം കൊടുക്കാൻ ശക്തനാണെങ്കിൽ കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവ് നിറയ്ക്കുന്നതിന് മുന്നമേ കർത്താവ് നിന്നെ ശുദ്ധീകരണത്തിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. ആ ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുവാനായിട്ടിടയെത്തി. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.